അറിവില്ലായ്മ മൂലം കിട്ടേണ്ട നഷ്ടപരിഹാരം ഇനി നഷ്ടപ്പെടരുത്. ഉടമയല്ലാത്തയാൾ വാഹനം ഓടിച്ച് അപകടമുണ്ടായാൽ ഇൻഷുറൻസ് തടയപ്പെടുമോ? ഓട്ടോറിക്ഷയ്ക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമെങ്കിൽ ഓട്ടോ അപകടത്തിൽപ്പെട്ടാൽ യാത്രക്കാരനായ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ? പ്രധാനപ്പെട്ട ഈ 3 സംശയങ്ങൾക്ക് മറുപടിയുമായി MVD ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നു. നിലപാട് TV വാർത്ത മാത്രമല്ല, ബോധവൽക്കരണം കൂടിയാണ്. നോക്കാം. ഞാൻ ഓടിക്കുന്ന വാഹനം എൻ്റെ അമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ഓടിച്ചു പോകുമ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. ഈ ചോദ്യം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പലതരത്തിൽ ഇതിൻ്റെ ചോദ്യങ്ങളുണ്ടാകും. അച്ഛൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത വാഹനം മകൻ ഓടിക്കാം, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ ഓടിക്കാം, ഇല്ലെങ്കിൽ ഉടമസ്ഥരല്ലാത്ത ആര് വേണമെങ്കിലും ഓടിക്കാം. ഇവർ ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇതാണ്. നിങ്ങളുടെ വാഹനത്തിന് അതിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ അൺനെയിംഡ് പാസഞ്ചർ കവർ ചേർത്തിട്ടുണ്ടെങ്കിൽ, കൂടാതെ ഈ ഓടിക്കുന്നയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി ഉള്ളതാണെങ്കിൽ ഇയാൾക്ക് അൺനെയിംഡ് പാസഞ്ചർ കവറിൻ്റെ സുരക്ഷ ലഭിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അൺനെയിംഡ് പാസഞ്ചർ കവറിൻ്റെ പ്രീമിയം നമ്മൾ അടയ്ക്കുന്നത് RCയിൽ പാസഞ്ചറും ഡ്രൈവറും ഉൾപ്പെടെ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ അത്രയും പേർക്ക് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓടിക്കുന്നയാൾ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് അൺനെയിംഡ് പാസഞ്ചർ കവറിൻ്റെ സുരക്ഷ ലഭിക്കുമെന്ന് പറയുന്നത്. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്ക് പോലും ഈ ഒരു സുരക്ഷ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു ചോദ്യം നോക്കാം. ഞാൻ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ളൂ എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അതിലെ യാത്രക്കാരനായി എനിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ? തീർച്ചയായും ലഭിക്കും. കാരണം ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം, അത് കാറായാലും ഓട്ടോറിക്ഷ ആണെങ്കിലും ബസ്സാണെങ്കിലും, അതിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കൂടെ പാസഞ്ചർ ലയബിലിറ്റി നിർബന്ധമായും ഉണ്ടാകും. കാരണം ഇതൊരു ആഡ് ഓൺ കവറല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മറ്റൊരു വളരെ പ്രസക്തമായ ചോദ്യം ഇതായിരുന്നു. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളൊരു വാഹനം ഫുൾ കവറാക്കി മാറ്റാൻ സാധിക്കുമോ? ഇതിൻ്റെ ഉത്തരം, ഇതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനിയാണ് എന്നുള്ളതാണ്. കാരണം വാഹനത്തിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ ക്ലെയിം ഹിസ്റ്ററി ഇവയെല്ലാം ആശ്രയിച്ചിട്ടാണ് കമ്പനികൾ ഇത് തേർഡ് പാർട്ടി ഫുൾ കവർ ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം. ഒരു വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റിയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസിൽ പേരുമാറ്റം നടത്തണം? അതിൻ്റെ ഉത്തരം ഇതാണ്. വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റി 14 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസിൽ പേരുമാറ്റം നമ്മൾ നടത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, വളരെ സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇൻഷുറൻസിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രതീക്ഷിക്കട്ടെ. നന്ദി. നിലപാട് TV എന്നത് സമൂഹത്തിൽ നന്മകൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ചെറിയ ശ്രമമാണ്. നിങ്ങളുടെ പിന്തുണ വേണം. ദയവായി ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.